പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ BA മലയാളം ചൂസ് ചെയ്ത കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ സംസ്കൃതം കമ്പൽസറി ആയിട്ടുള്ള പേപ്പർ ആണോ എന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA മലയാളം ചൂസ് ചെയ്ത കുറേ സ്റ്റുഡൻസിനുള്ള ഡൗട്ടായിരിക്കും. ഓക്കെ, ഈ സംസ്കൃതം കമ്പൽസറി ആയിട്ടുള്ള പേപ്പറാണോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ സ്റ്റുഡൻസിനുള്ള ഡൗട്ടായിരിക്കും. ഓക്കെ, അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ കഥ, കവിത ഒക്കെ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന്, വായനയൊക്കെ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വായനയിലൊക്കെ കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഏറ്റവും മസ്റ്റ് ഓപ്ഷൻ ഈ BA മലയാളം ആയിരിക്കും. ഓക്കെ, ഇനി ഈ BA മലയാളത്തിൽ നമുക്ക് സംസ്കൃതം എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള പേപ്പറാണ്. അത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ BA മലയാളം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ലാംഗ്വേജ് ആണല്ലോ, അപ്പം ലാംഗ്വേജ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സംസ്കൃതം നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമുക്ക് സംസ്കൃതം വരുന്ന സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 2nd സെമസ്റ്ററിലും വരുന്നുണ്ട്, 3rd സെമസ്റ്ററിലും വരുന്നുണ്ട്, 6th സെമസ്റ്ററിലും നമുക്ക് സംസ്കൃതം വരുന്നുണ്ട്. ഓക്കെ, ഇത് കമ്പൽസറി പേപ്പറാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഓക്കെ, നിങ്ങൾക്കത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ 2ാമത്തെ സെമസ്റ്ററിലും 3ാമത്തെ സെമസ്റ്ററിലും 6ാമത്തെ സെമസ്റ്ററിലുമാണ് നിങ്ങൾക്ക് പേപ്പേഴ്സ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സംസ്കൃതത്തിൻ്റെ ബേസിക് ഒക്കെ അറിയാവുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ BA മലയാളം ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റ് ലാംഗ്വേജിനെ പോലെയല്ല, സംസ്കൃതം ഒരു ബേസിക് അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് ബേസിക് അറിയാവുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടായിരിക്കും പഠിക്കാനുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ BA മലയാളം ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലാംഗ്വേജിനെ ഇഷ്ടപ്പെടുന്നത്, വായനേനെ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് BA മലയാളം എന്ന് പറയുന്നത്. ഇതിൽ കമ്പൽസറി പേപ്പറാണ് സംസ്കൃതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.